എന്റെ കൊച്ച്, നീ വന്നിട്ട് 2 ദിവസമായില്ലേ? എന്തെങ്കിലും ഒന്ന് തലയിലുണ്ടായാ? ആ പെങ്കൊച്ചിനെ പറഞ്ഞു വിടണ്ടേ? കൊറേ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നീ നിന്നത്? ഇത് അമ്മ പറയുന്ന പോലെ അത്ര സിമ്പിൾ പരിപാടിയൊന്നും അല്ല. ഇതൊരു വലിയ പരിപാടിയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും മോളെ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാക്കാതെ പറ്റില്ല. ആ പെണ്ണിനെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അത് തന്നെ അമ്മ ഞാനും ആലോചിക്കുന്നേ. ഇപ്പൊ ഫുഡിൽ എന്തെങ്കിലും ബിമ്മും എല്ലാം കലക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ട് ഐഡിയ? അവക്ക് കൊടുക്കുന്ന കാര്യമാണോ പറയുന്നത്? അല്ല, പിന്നെ അവൾ ഉണ്ടാക്കിയ ഫുഡാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ബിമ്മ് കലക്കി കൊടുത്തില്ല. എന്റെ പൊന്നെ, അതിന് അവൾ അടുക്കളയിൽ കയറണ്ടേ? അവൾ അടുക്കളയിൽ കയറൂലെന്നും അവക്കൊന്നും ചെയ്യാൻ അറിയില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പൊ അവള് ഫുഡ് ഉണ്ടാക്കത്തില്ല. അപ്പൊ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ ഞാൻ വേറൊരു ഐഡിയ പറയാം. എന്നതാ? അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ പേരൻസ് വിളിച്ചെന്ന് പറഞ്ഞിട്ട് നിഖിലേട്ടനെ പറഞ്ഞു പേടിപ്പിക്കാം. അപ്പൊ എന്തായാലും അവളെ തിരിച്ചുകൊണ്ടുവിടും. ഓ, അത് വർക്കൗട്ട് ആവുമോ? അതിപ്പം കോളർ ഐഡിയും നമ്പറൊക്കെ ഏതാന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അത് തിരിച്ച് വിളിച്ച് അന്വേഷിക്കും. അതൊന്നും വർക്കൗട്ട് ആവൂല. നീ വേറെ എന്തെങ്കിലും ഐഡിയ പറ. എനിക്കാകെ പ്രാന്ത് പിടിക്കുന്നു. അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും വഴിയുണ്ടോ? എന്റെ തലയിലൊന്നും വരുന്നതുമില്ല. എനിക്ക് ആകെപ്പെടെ ടെൻഷൻ. അതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞ 2 ദിവസം ഇവിടെ നിൽക്കും. നമുക്ക് ഞാൻ എനിക്കൊരു കാര്യം പറയട്ടെ. എന്താ? ഇവളെവിടെ ബാംഗ്ലൂർ എന്തോ നിന്നല്ലേ പഠിക്കുകയൊക്കെ ചെയ്തേ. അപ്പം എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് എന്തായാലും കാണും. അമ്മ അവളുടെ റൂമും ബാഗും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ശരിയാണല്ലേ? എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയല്ലോ. അവളുടെ റൂമിലൊന്ന് കയറി നോക്കട്ടെ. ഇപ്പൊ അവൾ എവിടെയാന്ന് അറിയത്തില്ല. അവിടെ എന്തോ റീൽസ് എന്തോ എടുത്തോണ്ടിരിക്കുക. ഇപ്പൊ അമ്മ പോയി കഴിഞ്ഞാൽ എന്തേലും കിട്ടും. ശരിയല്ലേ? ഇപ്പൊ അമ്മ പോയിക്കോ. ഓക്കെ. നിന്റെ അമ്മ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. എന്ത് ചെയ്യുന്നു? എടാ, അവർക്ക് കുറച്ചുകൂടി മാനേഴ്സ് ഇല്ലേ? എന്ത് പറ്റി? വിഷയം എന്തോ? എടാ, ഞാനില്ലാത്ത സമയത്ത് എന്റെ റൂമിൽ കയറി എന്റെ പേഴ്സണൽ സാധനങ്ങളെല്ലാം അരിച്ചു പറിക്കൊണ്ട് നിൽക്കുന്നു. അത്രേ ഉള്ളൂ. അത് ഞാൻ LKG പഠിക്കുമ്പോൾ അമ്മ അങ്ങനെയൊക്കെ. അമ്മ തപ്പും പാന്റും ഷർട്ടും ബാഗും അല്ല. അയ്യ, അത്ര ഉള്ളോന്നോ? നീ എന്താ പറയണ? അന്നിട്ട് നമ്മുടെ വിചാരം നമ്മളൊക്കെ 2ാം ക്ലാസ് പിള്ളേരാണോ? അതിപ്പോ തുറന്നു പറഞ്ഞത് എന്തുവാ? അതല്ലല്ലോ. എന്നാലും നമ്മുടെ അടുത്ത് അങ്ങനെ കേറാൻ പാടില്ലല്ലോ. കേറത്തില്ലല്ലോ. എടാ, നിനക്ക് നന്നായിട്ട് അറിയാം എന്റെ പേഴ്സണൽ സാധനങ്ങൾ ഒരാൾ തൊടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാന്ന്. അതെ, പക്ഷെ ഈ തവളെ മെനഞ്ഞാന്ന് വന്ന അവളല്ലയോ? ഇത് അവളുടെ പണിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എടാ, അവളൊന്നും അല്ല. ഞാൻ കൃത്യമായിട്ട് കണ്ടത്. എന്റെ അമ്മ എന്നെ എന്റെ റൂമിൽ കയറി എല്ലാം തപ്പിയേ. എടാ, എന്നാ അമ്മ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ ഇത് ആരുടെ ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ ചെയ്യത്തില്ല, ഉറപ്പാ. അത് ആരുടെ സപ്പോർട്ടാണെങ്കിലും കൊള്ളാം. നിഖിലെ, എനിക്ക് ഇതിന് ഇപ്പൊ ഒരു തീരുമാനം അറിയാം. ഓ, ഇനിയിപ്പോ ഇതാ ഇവിടെ പ്രശ്നം. അത് എന്തുവാടേ ഇത്? പിന്നെ ഇത് പ്രശ്നം ആക്കണ്ടേ? ആക്കണമെങ്കിൽ ആക്കണോ? പോയി ചോദിക്കുന്നേ. ആരോട് ചോദിക്കാനത്? എന്റെ അമ്മയുടെ വേറെ ബെസ്റ്റ്. നീ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞാൽ മതി. നീ നടങ്ങുന്നു പ്ലീസ്. നിഖിലെ, ഇത് സഹിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. നിന്റെ എന്തെങ്കിലും എടുത്തോണ്ട് പോയി? ഒന്നും എടുത്തിട്ടില്ല. എന്റെ സാധനങ്ങളെല്ലാം അവിടെ പരത്തിയിട്ടുണ്ട്. തുണിയൊക്കെ നോക്കാനൊന്നും എന്തിനാ നോക്കണേ? അതെ, ഐഡിയ അവളുടെ ആണെങ്കിലും ശരി, ഇവളുടെ ആണെങ്കിലും ശരി, എനിക്കിതിന് ഇപ്പൊ ഒരു തീരുമാനം അറിയണം. തീരുമാനം ഉണ്ടാക്കാം. വിഷമിക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ചോദിക്കാം, ടെൻഷൻ അടിക്കണ്ട.
എന്ത് വൃത്തിയുടെ അമ്മയെ കാണിച്ചേ? എന്ത് വൃത്തിയേട്? ഞങ്ങളില്ലാത്ത സമയത്ത് ഞങ്ങളുടെ മുറി കയറി തപ്പി എന്തിനാ? എന്ത് കാര്യമെന്നാ? എന്റെ വീട്ടില് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ തപ്പും. എന്താ അതാണോ അമ്മ മര്യാദ? എന്റെ മര്യാദ പഠിപ്പിക്കാൻ നീ വരണ്ട. ഈ 50ാമത്തെ വയസ്സിൽ എന്നെ മര്യാദ പഠിപ്പിക്കാൻ നീ വരണം. ഞങ്ങള് കല്യാണം കഴിച്ച് ഞങ്ങൾ എന്റെ മുറിയിൽ അവക്ക് എന്ത് വിഷമമാണെന്നറിയാവോ? അവക്ക് എന്ത് വിഷമം? ഞങ്ങൾക്ക് പ്രൈവസി ഇല്ലയോ? അതെ, നീ LKG പഠിക്കാൻ പോയ കാലം തുടങ്ങി നിന്റെ ബാഗ്, പാന്റ്, ഷർട്ട്, പോക്കറ്റ് എല്ലാം ഞാൻ പരിശോധിച്ചു. അമ്മ ഞാൻ ഇപ്പൊ LKG അല്ല, എനിക്കൊരു ഭാര്യയുണ്ട്, ഞാൻ അവളുമായിട്ട് ഈ റൂമിൽ താമസിക്കുന്നത്. കണക്കായി പോയി, അതുകൊണ്ടാണ് ഞാൻ പരിശോധിച്ചത്. അതെ, നിന്നെ പോലെ അല്ല, പുറത്തൊക്കെ പോയി പഠിച്ച പെണ്ണ. എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം? എനിക്കറിയാം തന്നെയുടെ സ്വഭാവം അല്ല, അവക്ക് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ സ്വഭാവങ്ങളും ശീലങ്ങളും എല്ലാം അറിയാം. അമ്മയൊന്ന് കയറി വൃത്തിയായിട്ട പരിപാടി ഒന്നും കാണിക്കേണ്ട ഒരു കാര്യം. നിനക്ക് അവളെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല, അതാ കാര്യം. അമ്മ എത്ര അവളെ കണ്ടേക്കുന്നു, ഞാൻ എത്ര വർഷം കൊണ്ട് അവളെ കാണുന്നയാ. അവക്ക് എന്ത് വിഷമമായെന്നറിയാം. എന്നോട് ഇത് പറഞ്ഞപ്പോ നാണം കിട്ടുപോയി. ഞാൻ ഒരുമാതിരി നിങ്ങളുടെ വീട്ടിലുള്ളവർ ഇങ്ങനെയാണ്, ഇല്ലാത്ത സമയത്ത് കയറി മുറിത. അപ്പൊ എന്റെ വിഷമം നിനക്ക് കുഴപ്പമില്ല അല്ലേ? നിനക്ക് നാണം കെട്ടതാണ് പ്രശ്നം. അമ്മ ഒരാളുടെ പ്രൈവസി ഇടപെടുന്നത് വലിയ പ്രശ്നമാണ്. പ്രൈവസി, അവന്റെ വലിയ പ്രൈവസി എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇത് അമ്മയുടെ ഐഡിയ ആണോ അതോ പുതിയതായിട്ട് വന്ന മറ്റേ പല അവളുമാരുടെ ഐഡിയ ആണോ? ആരുടെ ഐഡിയ ആയാലും എന്താ? ആരുടെ ഐഡിയ ആയാലും എന്താ? ഞങ്ങൾ ചെയ്ത് കണക്കായി പോയി. കാണാം. ഇനി എന്തൊക്കെ പൊല്ലാപ്പുകളാണ് വരാൻ പോകുന്നത്? ചേച്ചി, ഇത് ചേച്ചിയുടെ ബുദ്ധിയാണോ അതോ ശശിമാമന്റെ ബുദ്ധിയാണോ? എന്താ മോളെ? അല്ല, അമ്മക്ക് പറഞ്ഞു കൊടുത്തത് എന്ത് ബുദ്ധി? അല്ല, ചേച്ചി ഇപ്പൊ അമ്മയ്ക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തല്ലോ, അതനുസരിച്ചാണല്ലോ അമ്മ ചെയ്തതൊക്കെ. അതെന്റെ ബുദ്ധിയല്ല, പിന്നെ അതെല്ലാം അമ്മ തന്നെ ചെയ്തതാ. അമ്മ എന്നോട് പറഞ്ഞേ. അതെ, എന്റെ അമ്മയെ ഞാൻ ഇന്നലായിട്ടും കാണാൻ തുടങ്ങിയതല്ല. എനിക്കറിയാം എന്റെ അമ്മ എന്തോരം ചെയ്യും, എത്ര വരെ പോകുന്നുള്ള കാര്യം. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ? ഞാൻ ആ സ്റ്റെപ്പിലിരുന്നപ്പോ അമ്മ എന്നോട് എല്ലാം വന്ന് പറഞ്ഞത്. എന്തു പറഞ്ഞു? അവക്ക് എന്തൊക്കെയോ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് റൂമിൽ പോയി നോക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ലെന്ന്. അപ്പൊ അമ്മ എന്നെ പറഞ്ഞത് ഞാൻ എനിക്ക് പോയി നോക്കാന്ന്. ഇത്രയും ദിവസമായിട്ടും അമ്മ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ചേച്ചി വന്നതിന് ശേഷമാണ് അമ്മക്ക് ഇത്രയും മാറ്റം കണ്ടു തുടങ്ങിയത്. നീ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അമ്മയോട് ചെന്ന് ചോദിച്ചോ ആരുടെ ബുദ്ധിയാണ്. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, അമ്മേനെയും ചേച്ചിനെയും ഒരുമിച്ച് ഇരുത്തി സംസാരിക്കാം. അയ്യോ, അങ്ങനെ ഒരുമിച്ച് നിർത്തി ചോദിക്കണ്ടേ? നീ ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ? നീ അമ്മ അവിടെ നിർത്തി ചോദിച്ചു. വേണ്ട, കുഴപ്പമില്ല. രണ്ടുപേരും ഒരുമിച്ചിട്ട് സംസാരിക്കുമ്പോഴല്ലേ ആരുടെ ഭാഗത്താ തെറ്റ്. അപ്പൊ ഒരാൾ കള്ളം പറഞ്ഞാൽ നമുക്ക് പിടിക്കാൻ. പിന്നല്ല അവളെ എന്ത് പടി കാണിച്ചേ? ഇത് ഏത്? നീ എന്ത് ചീപ് ഷോ ഇവിടെ കാണിച്ചേ? എന്ത് ഷോ എന്നോ? അത് ഞാനല്ല, അമ്മയാ. ഞങ്ങളാ പടിയിൽ ഇരുന്നപ്പോ അമ്മയാ പറഞ്ഞു. അമ്മയോ? അമ്മ പറഞ്ഞല്ലോ നീയാന്ന്. അത് അമ്മയ്ക്ക് ചിലപ്പം മറവിയായിരിക്കും. മറവിയോ? അമ്മ എന്താ പൊട്ടിയാണോ? ഇവളെന്തൊക്കെയാണ് ഇവളീ പറയുന്നത്? എനിക്കറിഞ്ഞൂടാ. ഇവളുടെ അച്ഛന്റെ കഥ നിനക്ക് അറിയാറുന്നല്ലോ പണ്ട്. എനിക്കറിയാം. എന്തായാലും ഉണ്ടല്ലോ, ഞങ്ങളുടെ അമ്മയ്ക്ക് ഇത്രയും ചിന്തിച്ചു കൂട്ടി ഇങ്ങനെ ഓരോന്നും ചെയ്തു വെക്കാനുള്ള ബുദ്ധിയില്ല. എന്തായാലും ചേച്ചിയുടെ എന്നല്ലാതെ ഇത്ര ഐഡിയ ഒന്നും എന്റെ അമ്മയ്ക്ക് കിട്ടത്തില്ല. ഞങ്ങൾക്ക് അറിയാവുന്നല്ലോ, ഇത്രയും ദിവസമായിട്ട് അമ്മ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ ഇത്രയും ചീപ്പ് ഷോ കിട്ടിയത് ചേച്ചിയുടെ കയ്യിൽ തന്നെയാ. ചേച്ചിക്ക് എന്തിനാ ഞങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് ഇത്രയും വൈരാഗ്യം? ഇവരെന്ത് തെറ്റിയത്? ഇവര് കല്യാണം കഴിച്ചതോ? എനിക്ക് നിങ്ങളോട് ആരോടും ഒരു വൈരാഗ്യം ഇല്ല. എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ലെന്ന്. ഇഷ്ടത്തിന്റെ ഒന്നും അല്ല പറഞ്ഞു വന്നത്. അവളുടെ പാറപ്പുറത്ത് ഒരു ഐഡിയ അത് കേട്ടോണ്ട് ചാടാൻ അവള് അന്ന് അയാളെ തള്ളിയിട്ടാണെങ്കിൽ ഇന്ന് കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു. ഇഷ്ടമല്ലെന്നൊന്നും ഒരാൾ പറയുന്നില്ല. ഇവിടെ നിൽക്കാൻ വരുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കുക. ഇവിടെ കുടുംബം കലക്കിയിട്ട് നിങ്ങൾക്കൊക്കെ എന്താ കിട്ടുന്നത്? ചേച്ചിയുടെ അച്ഛനായിട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ചേച്ചിയുടെ കൂടെ വന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവരുടെ ലൈഫും ഞങ്ങളുടെ ലൈഫും വെറുതെ കളയരുത്. ഇപ്പൊ തന്നെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ലാതായല്ലേ? ചേച്ചി അമ്മയുടെ പോലെ തന്നെ ആയ കാരണം ഉണ്ടാ. ചേച്ചി ഞങ്ങളെ പോലെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ചേച്ചി അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ചേട്ടൻ എങ്ങനെ മറ്റേ ഫോഴ്സ് ചെയ്ത് പിടിച്ചെടുത്ത്, ഇതൊക്കെ എന്തിനാ? ചേട്ടന്റെ താല്പര്യം ചേട്ടൻ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത്. ചേച്ചി ഇതൊന്നും. ഇവിടെ അച്ഛൻ ശശി, ഇവിടെ മാമൻ കയ്യിൽ പറയാമല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ അച്ഛനോട് വീട്ടിൽ കയറ്റാത്ത അയാളെ. അതേപോലെ തന്നെ ഇവിടെ ഇവിടുന്ന് അടിച്ചിറക്കി വേണ്ട ഒരു അവസ്ഥ ഇവള് തന്നെ ഇവിടെ ഉണ്ടാക്കും. ഇനി എന്തായാലും ഞാൻ കാരണം ശല്യപ്പെടുത്താന്ന് ഞാൻ ഇനി വരത്തില്ല. ശരി, അങ്ങനെ ഞാനിപ്പോ പുറത്തെത്തില്ല. എന്തായാലും തന്നെ പുറത്തേക്കിട്ടെ. ഞാൻ അവൾ എന്തോ പറഞ്ഞോണ്ട് പോകുന്നുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പാവം തോന്നല്ലേ? പാവമല്ല, അവളുടെ മുഖത്ത് എന്തോ തീക്ഷ്ണമായിട്ട് കത്തുന്നു. എന്തോ പണി ഒപ്പിക്കാൻ പോവാന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല. പറഞ്ഞത് കൂടി പോയില്ലല്ലോ. എല്ലാരെയും വേണമല്ലോ, അവളത് അർഹിക്കുന്നു.